ഇന്ന് നമ്മൾ ത്രെഡും കട്ട് ബീഡ്സും ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു സിമ്പിൾ ഡിസൈനാണ് ചെയ്യാൻ പോകുന്നത്. ഈ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ സിൽക്ക് മെറ്റീരിയലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. നല്ല ഷൈനിങ് ഉള്ളൊരു മെറ്റീരിയലാണ്, ക്ലോത്ത് നല്ല സോഫ്റ്റാണ്. ആങ്കർ ത്രെഡ്സ് ഉപയോഗിച്ചാണ് നമ്മൾ ഡിസൈൻ ചെയ്യുന്നത്. ഫ്ലവർ ഡിസൈൻ ചെയ്യാനായിട്ട് 2 കളർ ഷെയ്ഡ്സ് യൂസ് ചെയ്യുന്നുണ്ട്. ഒരു ഡാർക്കിഷ് പിങ്ക് കളറും പിന്നെ ഒരു വൈറ്റിഷ് പിങ്ക് കളറുമാണ് യൂസ് ചെയ്യുന്നത്. ലീഫ് ചെയ്യാൻ വേണ്ടിയിട്ട് ലൈറ്റ് ഗ്രീൻ കളറുമാണ് യൂസ് ചെയ്യുന്നത്. ബീഡ് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് സെയിം കളർ തന്നെ ബീഡ്സാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഈ ബീഡ്സ് ചെറിയ ഷൈനിങ് ഉള്ള ഒരു ബീഡ്സാണിത്. ഈ വർക്ക് ചെയ്യാനായിട്ട് 2 ടൈപ്പ് നീഡിൽസ് ആവശ്യമുണ്ട്. ത്രെഡ് വർക്ക് ചെയ്യാനായിട്ടും ബീഡ് വർക്ക് ചെയ്യാനായിട്ടും നീഡിൽ നമ്പർ 6ഉം 16ഉമാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് ഈ ഡിസൈൻ എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. ഫ്ലവേഴ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് സർക്കിൾ വരച്ചിട്ടുണ്ട്. ഈ സർക്കിളിലാണ് ചെയ്യുന്നത്. നേരത്തെ ഞാൻ ഫ്ലവേഴ്സ് ചെയ്തിട്ടുണ്ട്. ആ ഫ്ലവേഴ്സ് റിംഗ് നോട്ട് ഫ്ലവേഴ്സ് ആണ് ചെയ്യുന്നത്. പിന്നെ ലീഫ് ചെയ്യുന്നത് ലേസി ഡേസിയിലുമാണ്. നമ്മുടെ സർക്കിളിൻ്റെ ഉള്ളിലേക്കാണ്, ഉൾവശത്തൂടെ വേണം നമ്മൾ നീഡിൽ ആദ്യം എടുക്കാനായിട്ട്. നീഡിലെടുത്തതിന് ശേഷം അതിൽ നമ്മൾ സൂചിയിൽ ഒരു പ്രാവശ്യം ചുറ്റുക, 1 or 2 പ്രാവശ്യം നമുക്ക് ചുറ്റിയെടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഒരു പ്രാവശ്യമേ ചുറ്റുന്നുള്ളൂ. ചുറ്റുന്ന സമയത്ത് നമ്മൾ നൂലെപ്പോഴും ലൂസായിട്ട് വേണം പിടിക്കാൻ. നൂല് ലൂസായിട്ട് പിടിച്ചെങ്കിൽ മാത്രമേ നമുക്ക് റിങ് കറക്റ്റായിട്ട് ഫോം ചെയ്യത്തുള്ളൂ. റിങ് നമുക്ക് എത്ര വലുപ്പത്തിൽ റിങ് വേണോ ആ അത്രയും വലുപ്പത്തിൽ നമ്മൾ റിങ് അഡ്ജസ്റ്റ് ചെയ്യുക. എന്നിട്ട് ഒരു കൈ കൊണ്ട് ആ റിങ്ങിനെ ടൈറ്റായിട്ട് പിടിച്ചുകൊണ്ട് നമുക്ക് നീഡിൽ താഴേക്ക് വലിക്കാം. താഴേക്ക് വലിക്കുമ്പോൾ നല്ല ടൈറ്റായിട്ട് തന്നെ അവിടെ പിടിച്ചിരിക്കണം. അതല്ലെങ്കിൽ പിന്നെ അത് ഫ്രഞ്ച് നോട്ടായിട്ട് പോകും. ആ ഫ്രഞ്ച് നോട്ട് ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സർക്കിൾ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് നൂല് വലിക്കാനായിട്ട് പറയുന്നത്. ഇതുപോലെ റിംഗ് ഷേപ്പിലാണ് നമുക്ക് സ്റ്റിച്ച് വേണ്ടുന്നത്. ഇനിയും ഞാൻ ഈ സർക്കിളിൻ്റെ ഉള്ളിലായിട്ട് ഒരു സർക്കിൾ കൂടി വെച്ചിട്ടുണ്ട്. അത് ആ ഫ്ലവറിൻ്റെ ഡിസൈൻ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയാണ്. ആ സർക്കിളിലാണ് ഞാൻ നീഡിൽ എടുക്കുന്നത്. നിങ്ങളുടെ ഫ്രണ്ട്സോ റിലേറ്റീവ്സോ ഒക്കെ ഇതുപോലെയുള്ള വർക്ക് ചെയ്യാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ അവർക്കൊക്കെ വീഡിയോ ഷെയർ ചെയ്യണം. അതുപോലെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നമ്മുടെ ഫ്ലവറിൻ്റെ ഔട്ടർ ലെയർ കഴിഞ്ഞു. ഇനി നമുക്ക് ഇതുപോലെ തന്നെ ഉള്ളിലും ചെയ്തെടുക്കണം. ഉള്ളിൽ ഇതുപോലെ തന്നെ സർക്കിളിൽ ചെയ്തെടുക്കണം.
ഫ്ലവേഴ്സ് എല്ലാം അങ്ങനെ നമ്മുടെ കംപ്ലീറ്റ് ആയി. ഫ്ലവേഴ്സ് ചെയ്യുന്നത് റിംഗ് നോട്ട് ഫ്ലവേഴ്സ് ആണ്. ഇനി നമുക്ക് ലീഫ് ചെയ്യാം. ലീഫ് ലേസി ഡേസി ഡിസൈനിലാണ് ലീഫ് ചെയ്യുന്നത്. ഫ്ലവേഴ്സ് കംപ്ലീറ്റ് ആയി. ഇനി നമുക്ക് ബീഡ് വർക്കാണ് ചെയ്യേണ്ടത്. സെയിം കളർ ബീഡ്സ് തന്നെയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ അത് ഫ്ലവേഴ്സിന് ചുറ്റുമായിട്ട് നമുക്ക് കുറച്ച് ഗ്യാപ്പ് ഇട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക ചെയ്യേണ്ടത്. ഇതാണ് നമ്മുടെ ഡിസൈനിൻ്റെ ഫൈനൽ ലുക്ക്. എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഈസി ആയിട്ടുള്ള ഒരു ഡിസൈനാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇതുപോലെയുള്ള മറ്റൊരു വീഡിയോയിൽ നമുക്ക് കാണാം. താങ്ക്